ഹായ്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ സ്നാക്ക് ഐറ്റം ആയിട്ടാണ്. നമ്മുടെ മാമ്പഴക്കാലമാണ് അല്ലേ, ഇപ്പോൾ ഏകദേശം സീസണൊക്കെ മാറി തുടങ്ങി. അപ്പം നമുക്ക് എപ്പോഴും ഉണ്ടാവും മാങ്ങ കഴിച്ച് ഈ സീസണിൽ മാങ്ങ കഴിച്ച് നമുക്ക് മടുക്കും. നമ്മൾ കുറേയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ കുറേ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കും, എന്നിട്ടും ബാക്കി ഉണ്ടാവും. പിന്നെ നമ്മൾ മാങ്ങ വെറുതെ കഴിക്കും. എല്ലാം കഴിയുമ്പോഴും നമുക്ക് മടുക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഈ മാങ്ങയൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല രീതിക്കുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മാങ്ങകൾക്കനുസരിച്ചിട്ട് മാറും. അപ്പം ഇതിന് വേണ്ടത് നല്ല പഴുത്ത റൈപ്പനായിട്ടുള്ള മാങ്ങ. അതിപ്പോൾ ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ മിക്സറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതായത് ഒരു പൾപ്പ് പോലെ ഇതിനകത്ത് വെള്ളമൊന്നും കൂട്ടാൻ പാടില്ല. പിന്നെ ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള ഐറ്റംസും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാടമോ അല്ലെങ്കിൽ ജിഞ്ചർ ജ്യൂസോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് രുചി വ്യത്യസ്തമാക്കണമെന്നുണ്ടെങ്കിൽ. ഇതൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ഈ മാങ്ങയുടെ പൾപ്പ് കൊണ്ട് തന്നെ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം മിക്സറിൽ അടിച്ചതിന് ശേഷം നല്ല പൾപ്പായിട്ടുള്ള ഫോമിൽ കാണാമല്ലോ, ആ ഫോമിലാക്കിയതിന് ശേഷം നമ്മൾ നല്ല സ്റ്റീൽ പാത്രത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലോ പരന്ന ഒരു സർഫസ് വേണം, അതാണ് വേണ്ടത്. അതിൽ വളരെ തിൻ ലെയറായിട്ട് നമ്മളിങ്ങനെ നിരത്തി വെക്കുക. തിൻ ലെയർ ആക്കിയതിന് ശേഷം നല്ല ചൂടത്ത് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ അനുസരിച്ചാണെങ്കിൽ ഏകദേശം 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് അത് റെഡി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ 3 ദിവസം. അപ്പം നമ്മൾ നന്നായിട്ട് അതിനെ വെയിലത്ത് ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഷീറ്റ് കണക്കെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആകൃതിയിൽ നമുക്കതിനെ മുറിച്ചെടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ചെറുതാണെങ്കിൽ നമ്മൾ നല്ല എയർ ടൈറ്റഡ് ആയിട്ടുള്ള നല്ല പാത്രങ്ങളിലേക്ക് നമുക്ക് എടുത്ത് വെക്കാം. എങ്ങനെ വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമാവും. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കഴിച്ച് ഞങ്ങൾക്ക് മടുക്കത്തില്ല. കാരണം ഇതിനകത്ത് എക്സ്ട്രാ ഷുഗർ ഇല്ല, എക്സ്ട്രാ വേറെ ഒരു ടേസ്റ്റ് ഇല്ല. നല്ല മാങ്ങയുടെ രുചിയായിരിക്കും, പക്ഷെ വേറൊരു ടേസ്റ്റാണ്. നമുക്ക് പണ്ടൊക്കെ കിട്ടിയിരുന്ന ഒരു തരം മാംഗോയുടെ ഒരു എന്താ പറയുക കാൻഡി ഉണ്ടായിരുന്നു, അതിൻ്റെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത്രയും രുചികരമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഈ ഉണ്ടാക്കി വെക്കുന്ന ഐറ്റംസ് അറിയാമല്ലോ, കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാങ്ങ ഇങ്ങനെ പാഴാവുന്നതിലും നല്ലത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടാവും, വലിയവർക്കാണെങ്കിലും ഇഷ്ടാവും. നല്ല രീതിക്കുള്ള നന്നായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻ്റായിട്ട് എന്തായാലും ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.